മോർവി വെള്ളപ്പൊക്കത്തെ പറ്റി നിങ്ങൾ കേട്ടു കാണുമല്ലോ. ആ സമയത്ത് ഒരു ഇംഗ്ലീഷ് പത്രത്തിൽ ഞാനൊരു കഥ വായിച്ചത് ഇപ്പോൾ വളരെ പ്രസക്തമാണ്. പ്രതീക്ഷിക്കാതെ വന്ന വെള്ളപ്പൊക്കത്തിൽ ഒരുപാട് പേര് മരണം പ്രാപിച്ചു. ഒരു ചെറിയ കുട്ടി ഒരു ദേഹം തോളിലേറ്റിക്കൊണ്ട് കരച്ചിലൊതുക്കാൻ പറ്റാതെ കൊണ്ടുവന്ന് മോർച്ചറിയിൽ വെച്ചു. അന്വേഷിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ പിതാവിൻ്റെ മൃതദേഹമാണ്. ഈ ത്യാഗമാണ് നമ്മുടെ അടിയന്തരാവസ്ഥയ്ക്ക് വേണ്ടി പോരാടിയ സുഹൃത്തുക്കൾ ചെയ്തത്. എല്ലാം രാജ്യത്തിന് വേണ്ടി, സമൂഹത്തിന് വേണ്ടി, സ്വാതന്ത്ര്യത്തിന് വേണ്ടി, സ്വാതന്ത്ര്യം വീണ്ടെടുക്കാൻ വേണ്ടി. അത് വേണ്ടത്ര അംഗീകരിച്ചില്ല എന്നുള്ളൊരു പരാതി ഞാൻ പല സ്ഥലത്തും ആവർത്തിച്ചിട്ടുണ്ട്, വീണ്ടും ആവർത്തിക്കാൻ ആഗ്രഹിക്കുന്നു. അതോടൊപ്പം തന്നെ ഈ പോരാളികളുടെ വിയർപ്പും രക്തവും കൈമുതലാക്കിക്കൊണ്ട് അർഹപ്പെടാത്ത പല സ്ഥാനങ്ങളിലും പലരും കയറി കൂടിയിട്ടുണ്ട്. അത് നമ്മൾ വിസ്മരിക്കരുത്. അടിയന്തരാവസ്ഥ പോരാളികളെ വിസ്മരിച്ചുകൊണ്ട്, അവഗണിച്ചുകൊണ്ട്, അവഹേളിച്ചുകൊണ്ടുള്ള പെരുമാറ്റം ഉണ്ടാകുമ്പോഴൊപ്പം തന്നെ ആ സമയത്ത് ഒരു പുരികം പോലും വിയർക്കാത്ത ആളുകൾ ഉന്നത സ്ഥാനങ്ങളിലേക്ക് അനർഹമായി കയറിപ്പറ്റിയിട്ടുണ്ട്. ബന്ധുക്കളും ഭാര്യമാർ, അമ്മയും മകനും, അച്ഛനും മകളും, സഹോദരന്മാരും. ഞാൻ അതിലെ വിശദാംശങ്ങളിലേക്ക് കടക്കുന്ന പലർക്കും അലോസരമുണ്ടാക്കും, അതിലേക്ക് പോകുന്നില്ല. പക്ഷേ ഇതിനെ കണ്ടറിയാനും നിരാകരിക്കാനും ചെറുക്കാനും ഈ പ്രവണത പടയെന്നുള്ളിക്കളയാനും ബാധ്യതപ്പെട്ട ആളുകൾ പോലും നിർഭാഗ്യവശാൽ അതിനെതിരെ കണ്ണടയ്ക്കുകയാണ് ചെയ്തത്. അതാണ് നമ്മുടെ സമൂഹത്തിലും പൊതുപ്രവർത്തനത്തിലും പറ്റിയ വലിയ മൂല്യച്യുതി എന്ന് അല്പം പോലും ദേഷ്യത്തോടു കൂടിയല്ല ഞാനീ പറയണത്, അങ്ങേയറ്റത്തെ വിഷാദത്തോടു കൂടിയാണ് ഞാൻ പറയുന്നത്. നമ്മൾ പ്രതീക്ഷിക്കാത്ത പലരും ഈ രീതിയിൽ പ്രവർത്തിക്കുന്നു എന്ന് കാണുമ്പോൾ വാസ്തവത്തിൽ ദുഃഖമുണ്ട്. പൊതുപ്രവർത്തനം സേവനത്തിൻ്റെ മാർഗമാണ്, സ്ഥാനമാനങ്ങൾ നേടാനുള്ള മാർഗമല്ല. അടിയന്തരാവസ്ഥക്കാലത്ത് ശ്രീ ലാൽകൃഷ്ണ അഡ്വാനി പറഞ്ഞു, നിങ്ങളോട് കുനിയാനേ പറഞ്ഞുള്ളൂ, പക്ഷെ എഴയാൻ നിങ്ങൾ തയ്യാറായി. ആ എഴയാൻ തയ്യാറുള്ള ആളുകൾ എഴയാൻ തയ്യാറല്ലാതെ കർമ്മരംഗത്തിറങ്ങി ഭീകരമായ പീഡനങ്ങളും സഹിച്ച് 18 മാസം ജയിൽവാസം സഹിച്ച് കുടുംബത്തിന് മുഴുവൻ നഷ്ടപ്പെട്ട് അവരോട് അല്പം കടപ്പാട് കാണിക്കേണ്ട ബാധ്യതയില്ല. അതിന് പകരം സ്വന്തം സ്വാർത്ഥ താല്പര്യം മുൻനിർത്തിക്കൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു പ്രവണതയാണ് കാണുന്നത്. ഈ രീതി ഇന്ന് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ മനുഷ്യ സംഘടനയാണെന്ന് വളരെ പ്രമുഖരായ പത്രപ്രവർത്തകരൊക്കെ ശ്ലാഘിക്കുന്ന ഒരു സംഘടനയ്ക്ക് ചേർന്നതല്ല. അതല്ലാത്തത് കൊണ്ടാണ് 100 കൊല്ലക്കാലം കൊണ്ട് ലോകത്തിലെ ഏറ്റവും വലിയ സംഘടനയായി മാറിയത്. മറിച്ചത് താരതമ്യ പഠനം നടത്തി നോക്കൂ. 100 കൊല്ലം മുമ്പ് പ്രവർത്തനം ആരംഭിച്ച പല സംഘടനകളും വലിയ ഗീർവാണങ്ങളും മുദ്രാവാക്യങ്ങളും വിപ്ലവവും പറഞ്ഞ് ഇന്നെവിടെ എത്തി? നമ്മുടെ വിശാലമായ രാജ്യത്തിൻ്റെ ഒരു കടലോരത്ത് മാത്രം ഒതുങ്ങിയിരിക്കുകയാണ്. അപ്പോൾ ഇതിൽ നിന്ന് എന്താണ് വ്യക്തമാകുന്നത്? ഈ രാജ്യം പ്രതീക്ഷിക്കുന്നത് സേവനത്തിൻ്റെ പൊതുപ്രവർത്തനമാണ്, ഉദ്യോഗ സമ്പാദനത്തിൻ്റെയും സ്ഥാനങ്ങളുടെയും പ്രവർത്തന രീതിയല്ല. അത് നിഷിദ്ധമാണ്.
അത് ശരിയല്ല എന്ന് പറയുന്ന സംഘടനകളെ കൈനീട്ടി സ്വീകരിക്കാൻ ഈ രാജ്യത്തെ ജനങ്ങൾ തയ്യാറായിട്ടുണ്ട്. ആ മാർഗമല്ലേ നമുക്ക് കൂടുതൽ അഭികാമ്യം? ആ മാർഗത്തിന് ച്യുതി വരുത്തുന്ന ആളുകളെ കർക്കശമായി കൈകാര്യം ചെയ്യുന്നതിന് പകരം അവർക്ക് പ്രചോദനമുണ്ടാക്കുന്ന രീതിയിലുള്ള ചില പ്രവർത്തനങ്ങൾ നടക്കുന്നില്ലേ എന്ന് ഞാൻ ഭയപ്പെടുകയാണ്. എനിക്കൊരു പരാതിയില്ല, ആരോടും ഒരു പരാതിയില്ല. പക്ഷേ ഇത് നമ്മുടെ രാജ്യത്തിൻ്റെ ഭാവിയെ അപകടത്തിൽപ്പെടുത്തും. പ്രത്യേകിച്ചും അടിയന്തരാവസ്ഥ പോലെ ഒരു വിഷയത്തെപ്പറ്റി ചർച്ച ചെയ്യുമ്പോൾ പൊതുപ്രവർത്തകരെ എങ്ങനെ പെരുമാറണം, അവർ ത്യാഗത്തിൻ്റെ വഴി തിരഞ്ഞെടുക്കണോ ലാഭത്തിൻ്റെ വഴി തിരഞ്ഞെടുക്കണോ എന്നുള്ളത് പ്രസക്തമായൊരു കാര്യമാണ്. അതുകൊണ്ട് ഈ അവസരത്തിൽ അടിയന്തരാവസ്ഥയ്ക്ക് വേണ്ടി പോരാടിയ ആളുകളെ വിസ്മരിക്കുന്നതിന് പകരം അവരെ ആദരിക്കണം. എനിക്കറിയാം, കൊച്ചിയിലെ കൃഷ്ണഭട്ട്, കോഴിക്കോട്ടെ ശിവദാസ്, വൈക്കത്തെ ഗോപകുമാരൻ, ഇവരൊക്കെ അനുഭവിച്ച പീഡനങ്ങൾ കേട്ടാൽ നമുക്ക് കണ്ണിൽ വെള്ളം നിറയും. അത്രമാത്രം പീഡനങ്ങളാണ് ഇവരൊക്കെ ഞാൻ 3 പേരുകൾ വളരെ വ്യക്തമായി അവരുമായിട്ട് ബന്ധപ്പെട്ടതുകൊണ്ട് ഞാൻ പറഞ്ഞു മാത്രം. അങ്ങനെ ആയിരക്കണക്കിന് ആളുകളുണ്ട്. ഇവരെയൊക്കെ വിസ്മരിക്കുന്നത് നന്ദികേടല്ലേ? വിസ്മരിക്കൽ പോട്ടെ, നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ അവരുടെ അധ്വാനത്തിൽ നിന്ന് ലാഭം കൊയ്യാനുള്ള പ്രവണത വെച്ച് പുലർത്തുന്നതെങ്കിലും കുറ്റകരമല്ലേ? അപ്പം അത് ഈ മൂല്യച്യുതി കാണേണ്ടവർ കാണണം, കേൾക്കേണ്ടവർ കേൾക്കണം. ഈ മൂല്യച്യുതി ഒരു വലിയ പ്രസ്ഥാനത്തെ നശിപ്പിക്കാൻ നിങ്ങളാരും അനുവദിക്കരുതെന്ന വിനയപൂർവ്വം ഒരഭ്യർത്ഥന എനിക്ക് നടത്താനുണ്ട്. ഞാൻ അത്രമാത്രം വേദനയോടുകൂടിയാണ് ഈ കാര്യങ്ങൾ പറയുന്നത്. വസ്തുതാപരമായി അതിലേക്ക് വിരൽ ചൂണ്ടിയാൽ അങ്ങേയറ്റത്തെ അലോസരമാകും. അതുകൊണ്ട് അത് പറയുന്നില്ല. അപ്പം ചുരുക്കത്തിൽ, പണ്ട് ഒരു അമേരിക്കൻ പ്രസിഡന്റ് പറഞ്ഞു, നിങ്ങൾക്ക് അമേരിക്കയ്ക്ക് വേണ്ടി എന്ത് ചെയ്യാൻ പറ്റും, അമേരിക്ക നിങ്ങൾക്ക് വേണ്ടി ചെയ്യാൻ പറ്റുമെന്ന് ചോദിക്കരുത് എന്ന് പറഞ്ഞ മാതിരി ഈ കൃഷ്ണഭട്ടും ശിവദാസനും വൈക്കം ഗോപകുമാറും ഒക്കെ എനിക്ക് എന്ത് കിട്ടും എന്ന് ചോദിക്കാതെ എല്ലാം ത്യജിച്ചുകൊണ്ട് ഈ പ്രതിരോധത്തിലെടുത്ത് ചാടി. അതിന് തിക്ത അനുഭവങ്ങൾ ഇന്നും അനുഭവിച്ചു. വൈക്കം ഗോപൻ ഏതാനും ദിവസം കൊണ്ട് നമ്മളെ വിട്ടു പിരിഞ്ഞു. മറ്റ് 2 പേരും ഇന്ന് ജീവിച്ചിരിക്കുന്നുണ്ട്. കൃഷ്ണഭട്ടിനെ ഇതുപോലത്തെ ഒരു വേദിയിൽ ഞാൻ കണ്ടു. അദ്ദേഹം അവശനാണ്, വളരെ അവശനാണ്. പക്ഷേ മാനസികമായി ഇന്നും ഒരു യോദ്ധാവിൻ്റെ മനസ്ഥിതി അദ്ദേഹം വെച്ച് പുലർത്തത്. അപ്പം ഈ ത്യാഗവര്യന്മാരെ വിസ്മരിച്ചിട്ടില്ലെങ്കിലും നിന്ദിക്കാതിരിക്കാനുള്ള എന്തെങ്കിലും സംവിധാനമെങ്കിലും കണ്ടുപിടിക്കേണ്ടത് നമ്മുടെയൊക്കെ ചുമതല. കാരണം നമ്മളിന്ന് സ്വതന്ത്രരായി ഇതുപോലൊരു യോഗം നടത്താൻ കാരണക്കാരവരാണ്. അവരുടെ ത്യാഗം കൊണ്ടും അവരുടെ സഹനശക്തി കൊണ്ടും മാത്രമാണ് നമുക്ക് അടിയന്തരാവസ്ഥയെ പരാജയപ്പെടുത്തി സ്വാതന്ത്ര്യം വീണ്ടും കിട്ടി ഇതുപോലെ സ്വതന്ത്രമായി അഭിപ്രായ പ്രകടനം നടത്താൻ ജൂലൈ മാസത്തിൽ സാധിച്ചത്. കാരണം ജൂലൈ വളരെ സൂചനാർഹമാണ്. ജൂൺ 26 അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച് ജൂലൈ മാസത്തിലാണ് അടിയന്തരാവസ്ഥയുടെ ക്രൂര പ്രവർത്തനങ്ങൾ കൊടുമ്പിരി കൊണ്ടത്. പല ജയിലുകളിലും ഭീകരമായ മർദ്ദനം. ബാംഗ്ലൂരിൽ സ്നേഹലത റെഡ്ഡിയെ ജീവച്ഛവമാക്കിയത്, മൈക്കൽ ഫെർണാണ്ടസിനെ 24 മണിക്കൂറും മർദ്ദിച്ച് അവശനാക്കിയത്. കേരളത്തിലും അതുപോലത്തെ സംഭവങ്ങൾ. അതിന് ആവർത്തിക്കേണ്ട കാര്യമില്ല. കാരണം ആ അടിയന്തരാവസ്ഥ കൊണ്ടുവന്ന രാഷ്ട്രീയ കക്ഷിയുടെ ഒരു പ്രമുഖ പാർലമെൻറ്റ് അംഗം തന്നെ അതിനെ അധിക്ഷേപിച്ചുകൊണ്ട് അടുത്ത കാലത്ത് പ്രസ്താവന ഇറക്കി.
തെറ്റായിരുന്നു. ആരാണ് ഉത്തരവാദികൾ എന്ന് അദ്ദേഹം തുറന്നു പറഞ്ഞു. വളരെ വ്യക്തമായിട്ട് മറ്റ് ചില കക്ഷികളും രാഷ്ട്രീയ കക്ഷികളും ഇത് തുറന്നു പറയാൻ ഇപ്പോൾ തയ്യാറായിട്ട് വന്നിട്ടുണ്ട്. ചുരുക്കത്തിൽ അവരൊക്കെ സ്വയം വിമർശനം നടത്താൻ തയ്യാറായി എന്ന ശുഭോദർഗമായ മനസ്ഥിതി കാണുന്നുണ്ട്. മറ്റ് സംഘടനകൾക്ക് ഇത് ബാധകമല്ലേ? രാജ്യസ്നേഹികളാണ്, രാജ്യത്തിന് വേണ്ടി ത്യാഗം അനുഭവിക്കുന്നവരാണ്, സ്വഭാവശുദ്ധിക്ക് വില കൽപ്പിക്കുന്നവരാണ് എന്നൊക്കെ പ്രഖ്യാപിക്കുന്ന സംഘടനകൾക്ക് ഈ ഈ ഈ മനോഭാവം വേണ്ടതല്ലേ? എൻ്റെ വിനീത അഭിപ്രായത്തിൽ ഉറക്കം നടിക്കുന്നത് ശരിയായി ഉറങ്ങുന്നതിനേക്കാൾ ആപത്താണ്. അതുകൊണ്ട് ഉറക്കം നടിച്ചാലും ഉറങ്ങിയാലും അവരെ ഉണർത്തി ഇനി കർമ്മരന്തൊക്കെയൊക്കെ കൊണ്ടുവരേണ്ടത് ഇതുപോലത്തെ ചടങ്ങുകൾ പ്രചോദനമാകട്ടെ. ഞാൻ ഒരിക്കൽ കൂടി നമ്മുടെ അടിയന്തരാവസ്ഥക്കാലത്ത് വളരെ കഷ്ടപ്പെട്ട് ത്യാഗം അനുഭവിച്ച നമ്മുടെ സഹപ്രവർത്തകരെ ഓർമ്മിച്ചുകൊണ്ടും അവരോട് എൻ്റെ വ്യക്തിപരമായ നന്ദിയെങ്കിലും പ്രകടിപ്പിക്കാൻ ഞാൻ ഈ അവസരം വിനിയോഗിക്കുകയും ചെയ്തോട്ടെ. ഭാരത് മാതാ കി ജയ്.